അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. വിശിഷ്ട അതിഥികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസിനികളെ, എല്ലാവർക്കും ദീനുൽ ഇസ്ലാമിൻ്റെ അഭിവാദ്യ വാക്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഖ്റാ നോളജ് ഹബ്ബിൻ്റെ പ്രഥമ സന്നദ്ധാനവുമായി ബന്ധപ്പെട്ട് പ്രമുഖ വിശിഷ്ടാതിഥികളും മറ്റു പ്രമുഖരും പങ്കെടുക്കുന്ന ഈ ഒരു വേദിയിൽ ഇഖ്റയുടെ പ്രതിനിധിയായിക്കൊണ്ട് ഖുർആൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് കുറേയധികം മതങ്ങളും ഉപമതങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മതത്തിന് ഒരു വേദഗന്ധം കാണും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ ഈ ഒരു ഭൂമി എന്നത് വേദഗന്ധങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഈ വേദഗന്ധങ്ങളെ അപേക്ഷിച്ച് പരിശുദ്ധ ഖുർആൻ ലഭിച്ച ഏറ്റവും വലിയൊരു ക്വാളിറ്റി, പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്നത്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. ഖുർആനകത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം, ഒരു മുസ്ലിമിന് വിജയത്തിന് അവൻ എന്തൊക്കെ ചെയ്യണം എന്ന് തുടങ്ങിയ ആശയങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ മറ്റു പല വേദഗ്രന്ഥങ്ങളിനകത്ത് ഈ ഒരു ആശയങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അതെല്ലാം ഇപ്പോൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇഞ്ചീൽ എന്നത്. പല സ്ഥലങ്ങളിലായിട്ട് ആ ഒരു വേദഗ്രന്ഥത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരാധനാലയങ്ങളും പൊളിച്ചു മാറ്റിയിട്ട് മനുഷ്യൻ്റെ ആവശ്യത്തിനായിട്ടുള്ള കേന്ദ്രങ്ങളായി മാറ്റുന്നുണ്ട്. അതിനുള്ള കാരണം ആ ഒരു വേദഗ്രന്ഥത്തിന് മനുഷ്യ ആശയങ്ങളില്ല എന്നതിൻ്റെ പേരിലാണ്. ഖുർആന് മറ്റൊരു പ്രത്യേകതയാണ്, ഖുർആൻ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് ജീവൻ നൽകുന്നു എന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മക്ക നിവാസികളെക്കുറിച്ചാണ്. പ്രത്യക്ഷത്തിൽ കളിച്ചും ചിരിച്ചും രസിച്ചും നടന്ന ആൾക്കാർ ആത്മീയതയിൽ എന്നോ മരിച്ചു പോയിരുന്നു. അവർ പറയുമായിരുന്നു, അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരിച്ചെടിയുടെ അടിയിൽ അവരെ കൊണ്ട് കുരിച്ചിടണമെന്ന്, കബറടക്കണമെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, ആ ഒരു മുന്തിരിച്ചെടിയിൽ നിന്ന് വരുന്ന മുന്തിരിച്ചാറ് കൂടി ആസ്വദിക്കുകയാണ്. അത്രത്തോളം അന്ധകാരത്തിൽ കിടന്നിരുന്ന ആ ഒരു സമൂഹത്തെയാണ്, സ്ഥലത്തെയാണ് പരിശുദ്ധ ഖുർആൻ ഒരു പവിത്രമായ സ്ഥലവും സമൂഹമാക്കി മാറ്റി തീർത്തത്. യുദ്ധത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ആൾക്കാർ, മറ്റൊരാൾ വീണ് മരിക്കുമ്പോഴും മറ്റൊരാളുടെ ദേഹത്തിൽ നിന്ന് ചോര പൊടിയുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാർ തന്നെയാണ് പിന്നീട് യുദ്ധത്തിൽ നമ്മുടെ പ്രായമുള്ളവരെയും കുട്ടികളെയും സ്ത്രീകളെ ഉപദ്രവിക്കരുത്, യുദ്ധം അനാവശ്യമായി ചെയ്യരുത് എന്ന് പറഞ്ഞ ആൾക്കാർ. മദ്യത്തിൽ ലയിച്ച് കിടന്നൊരു സമുദായം. ഒരു സ്ഥലത്ത് 75% ആളുകൾ മദ്യപാനികളാണെങ്കിൽ ലഹള, പീഡനം, കൊലപാതകം ഇതെല്ലാം സർവ്വസാധാരണമായിരിക്കും. അങ്ങനെ കിടന്നൊരു സമൂഹത്തെയാണ്, സ്ഥലത്തെയാണ് പരിശുദ്ധ ഖുർആൻ മാറ്റിയെടുത്തത്. വ്യഭിചാരത്തിൽ മുങ്ങിക്കിടന്നൊരു സമുദായം, അവരെയാണ് മാറ്റിയെടുത്തത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് മാഹിസ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ വ്യഭിചാരിയാണ്, എനിക്കതിനുള്ള ശിക്ഷ തരും. എല്ലാ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വ്യഭിചാരിയുടെ ശിക്ഷ കൊടുക്കുന്നു. അദ്ദേഹം അത് ഏറ്റുവാങ്ങുന്നു. ആരും അറിയാത്തൊരു സ്ഥലത്ത് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണുന്നുണ്ട് എന്നൊരു വിശ്വാസമാണ് മാഹിസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തെത്തിക്കാനുള്ള കാരണം. ആ ഒരു വിശ്വാസം നൽകിയത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ മുറുകെ പിടിച്ച് ഒരു സമുദായം ഇതുവരെ തോറ്റതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വെല്ലുവിളി വന്നിട്ടുണ്ട്. പല കാലങ്ങളിലായിട്ടും അല്ലാഹു തആല അവർക്ക് പ്രയാസങ്ങൾ, പ്രതിസന്ധികളെല്ലാം കൊടുത്തിട്ടുണ്ട്, അവരെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം. ഖുർആനെ അല്ലാഹു തആല സൂറത്ത് ശുആറയിൽ റൂഹ് എന്ന പദത്തിൽ ഉപമിക്കുന്നുണ്ട്. നമ്മളുടെ ഈ ബോഡി, ഈ ബോഡിയുടെ ബേസിക് യൂണിറ്റാണ് നമ്മുടെ റൂഹ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ ഒരു ആത്മീയ ജീവിതം, സ്പിരിച്വൽ ലൈഫ്, അതിൻ്റെ ബേസിക് യൂണിറ്റ് പരിശുദ്ധ ഖുർആനാണ് എന്നൊരു ആശയമാണ് അല്ലാഹു തആല അവിടെ മുന്നോട്ട് വെക്കുന്നത്. ഖുർആൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഖുർആൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നത്. സൂറത്ത് ഇബ്രാഹിമിലെ ആദ്യത്തിൽ അല്ലാഹു തആല പറയുന്നു, അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുൽമാതി ഇലൻ നൂർ. തീർച്ചയായും ഖുർആൻ നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. കുറേയധികം ആളുകളെ ഖുർആൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉക്കാള ചന്തയിൽ ഒരു ഗുസ്തിക്കാരൻ
അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും കൊണ്ടുവന്ന എല്ലാ ആദർശത്തിനെയും അങ്ങേയറ്റം വെറുക്കുന്ന ഒരു ഗുസ്തിക്കാരൻ ആണ് പിന്നീട് ഇസ്ലാമിൻ്റെ 2ാം ഖലീഫയായിട്ട് വന്നത്. പറഞ്ഞു വരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മുസ്ലിങ്ങളെ എക്കാലത്തെയും ശത്രുവായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിന് മുസ്ലിങ്ങൾ ജയിക്കുമെന്നൊരു സന്ദർഭം വന്ന സമയത്ത് തന്ത്രപരമായി മുശ്രിക്കുകളെ ജയിപ്പിച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കുറേയധികം ആളുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ്റെ ഈ ഒരു ചരിത്രം മാത്രമല്ല, റോഡ് ടു മക്ക എന്നൊരു പ്രശസ്തമായ കൃതിയുണ്ട്. അതെഴുതിയത് മുഹമ്മദ് അസദ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പേര് ലിയോപോൾഡ് വൈസ് എന്നായിരുന്നു. അദ്ദേഹം അവിശ്വാസിയായിരുന്നു. പിന്നീടാണ് ഖുർആനിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അങ്ങനെ കുറേയധികം വ്യക്തികൾ ഇപ്പോൾ ഖുർആനിലൂടെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഖുർആൻ പഠിക്കുന്നവർക്കും പാരായണം ചെയ്യുന്നവർക്കും അതിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങുന്നവർക്കും അല്ലാഹു തആല കുറേയധികം സൗഭാഗ്യങ്ങൾ കൊടുക്കും. അതെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊരു ചെറിയ ആത്മപരിശോധന നമ്മൾ നടത്തണം. നമ്മളൊരിക്കലും അക്ഷരവായനക്കാരായല്ല. നമുക്ക് അതിൻ്റെ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് ആ ആയത്തിൻ്റെ അർത്ഥവും ആശയം കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ കാണണം. അല്ലാത്തവരെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു, മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ. ഗ്രന്ഥം ചുമക്കുന്ന കഴുത, അവിടെ കഴുതയാണ്. അക്ഷരവായനക്കാരെ കഴുതയിലായിട്ടാണ് അല്ലാഹു തആല ഉപമിക്കുന്നത്. ഖുർആൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങി നമ്മൾ പഠിക്കണം. ഖുർആൻ ഒരു കടലാണെന്ന് സങ്കല്പിക്കുക. ചില ആളുകൾ ആ കടലിൽ വന്ന് കാല് നനയ്ക്കും, ചില ആളുകൾ ബോട്ടിൽ സഞ്ചരിക്കും, ചില ആളുകൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങും. കാല് നനയ്ക്കുന്നതും ബോട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെയാണ് അക്ഷരവായനകൾ. പക്ഷെ അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് കുറേയധികം വിഭവങ്ങൾ അതിൻ്റെ അടിയിൽ കിട്ടും. അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യമാണ്. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ അല്ലാഹു തആല ആശയ വായനക്കാർക്ക് അല്ലാഹു തആല സൗഭാഗ്യമായിട്ട് കൊടുക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഖുർആൻ ഹുജ്ജത്തുക വലി. ഈ ഖുർആൻ നിങ്ങൾക്ക് പ്രതികൂലമായും അനുകൂലമായും സാക്ഷി പറയും. മഅ്ശറയെ വെച്ച് ഖുർആൻ അനുകൂലമായി പറഞ്ഞ ഒരിക്കലും അക്ഷരവായനക്കാരെയല്ല, ആശയത്തിലേക്ക് ഇറങ്ങി ഖുർആന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തവരെയാണ്. പ്രതികൂലമായി പറയുന്നത് ഖുർആനെ തള്ളിക്കളഞ്ഞും അവഹേളിച്ചവരെയാണ്. നമ്മളെല്ലാവരും ഖുർആൻ്റെ ആളുകളാണ്, ഒരിക്കലും അക്ഷരവായനക്കാരല്ല. അതിൻ്റെ അടിയിലേക്ക്, ഖുർആൻ്റെ ആശയത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങി അല്ലാഹു തആലയിൽ കൂടുതൽ എടുക്കാൻ അത് നമുക്ക് തൗഫീക്ക് നൽകുമാറാട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.